അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂരിൽ റോഡരികിൽ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ CPIM സൂചനാ പ്രതിഷേധം. പഞ്ചായത്ത് റോഡരികിൽ മാലിന്യ നിക്ഷേപം കുന്നുകൂടുന്നതിൽ പ്രതിഷേധിച്ച് CPIM ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. അരൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ പള്ളിയറക്കാവ് ക്ഷേത്രകുളത്തിന് പടിഞ്ഞാറ് വശം മൾട്ടിപർപ്പസ് റോഡരികിൽ ചാലാറ പ്രദേശത്താണ് പ്ലാസ്റ്റിക്കും ഭക്ഷണാവശിഷ്ടങ്ങളും അടക്കമുള്ളവ വൻതോതിൽ തള്ളുന്നത്. മഴ ശക്തമായതോടെ മാലിന്യക്കൂമ്പാരത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നത് സമീപവാസികൾക്കും വഴിയാത്രക്കാർക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. രൂക്ഷമായ ഈ പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചത്. നിലവിലെ അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയിച്ച വാർഡിൽ തന്നെയാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അനാസ്ഥ കാണിച്ചുവെന്ന ആരോപണമുന്നയിച്ചാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറിയത്. എന്നാൽ അരൂർ പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇത്തരം മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പഞ്ചായത്തിന്റെ പൊതുവായ അവസ്ഥയാണ് ഇത് വെളിവാക്കുന്നതെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി. കൂടിയൊഴിഞ്ഞു കിടക്കുന്ന മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK അജയ് ഘോഷ് വ്യക്തമാക്കി. നിൽക്കുന്ന ഈ പ്രദേശം അരൂരിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇത്രയും മാത്രം മാലിന്യം ഇവിടെ കുന്നുകൂടിയിട്ടുള്ളത്. അരൂര് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ നിലയിൽ മാലിന്യം അപ്പോൾ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട പഞ്ചായത്ത് അത് ചെയ്യാത്തതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് കുന്നുകൂടിയിട്ടുള്ള മാലിന്യമാണ് ഈ കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന വാർഡ് കൂടിയാണ്. നമുക്കറിയാമല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡ് ഇങ്ങനെയാണെങ്കിൽ മറ്റു വാർഡുകളുടെ സ്ഥിതി അതെന്താണ് എന്ന്. നമ്പർ പ്ലേറ്റ് മറച്ചെത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലാണ് പ്രധാനമായും ഇവിടെ മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ പ്രദേശത്ത് അടിയന്തരമായി CCTV ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പരിപാടിയിൽ MS സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPIM പ്രവർത്തകരായ CK ശ്രീശുകൻ, GB ഗോപി, KV അജയൻ, TS ഗോപാലകൃഷ്ണൻ എന്നിവർ സൂചനാ സമരത്തിന് നേതൃത്വം നൽകി.